ശ്രീനന്ദ. ചിക്കമംഗളൂരുവിൽ വിനോദയാത്രയ്ക്കിടെ കാണാതായ 15-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. കണ്ടെടുത്തത് 1500 അടി താഴ്ചയിൽ. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിനിയെ കാണാതായത് 4 ദിവസം മുൻപ്. കുംഭമേളയിലെ വൈറൽ താരം മൈനർ. വിവാഹ സമയത്ത് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് സ്ഥിരീകരണം. ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ്. കേരള, മധ്യപ്രദേശ് ഡിജിപിമാർ ഹാജരാകണമെന്ന് ദേശീയ ഗോത്ര കമ്മീഷൻ. പോളിംഗ് ശതമാനം കൂടിയതിൽ പ്രതീക്ഷയർപ്പിച്ച മുന്നണികൾ. 75 സീറ്റിലേറെ നേടി ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് LDF. 80-ന് മുകളിൽ സീറ്റുകൾ ഉറപ്പെന്ന് UDF. തൂക്കു മന്ത്രിസഭയുണ്ടാകാൻ നിർണായക ശക്തിയാകാമെന്ന കണക്കുകൂട്ടലിൽ BJP. നിയമമടക്കം 5 മണ്ഡലങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷ. കാത്തിരിപ്പ് മെയ് 4 വരെ. ഫലം വരും മുൻപേ UDF-ൽ കസേര കാര്യത്തിൽ ചർച്ച. ഉപമുഖ്യമന്ത്രി സ്ഥാനം പറയാതെ പറഞ്ഞ് ലീഗ്. പദവിക്ക് അർഹതയുണ്ടെന്ന് മുനവറലി തങ്ങൾ. അല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് നേരത്തെ വഹിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ അർഹരാണ്. പക്ഷെ അതൊരു ക്ലെയിം ആയിട്ട് ഞങ്ങളിപ്പോ ചോദിക്കുന്നില്ല. അർഹതയുണ്ട്. നേരിയ തിരുത്തലുമായി ലീഗ് നേതൃത്വം. നമ്മളിപ്പം ചർച്ച ചെയ്യേണ്ട തങ്ങളെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞത് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റ് അങ്ങനെയുള്ള ചർച്ചകളൊന്നും കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് തങ്ങളെ പറഞ്ഞത്. വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ കത്തോലിക്ക സഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി PC ജോർജും ഷോൺ ജോർജും. ബിഷപ്പുമാർക്കും മെത്രാൻമാർക്കുമെതിരെ അധിക്ഷേപ പരാമർശം. ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. മറ്റു രണ്ടവന്മാർക്ക് എന്ത് കിട്ടി? അവന്മാർക്ക് എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ. ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഇങ്ങനെ മെത്രാന്മാരെ തള്ളിപ്പറയും. സഭയ്ക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഭയെയും വേണ്ടെന്ന് ഷോൺ ജോർജ്. സഭ പറഞ്ഞത് പൊതുസമൂഹത്തിന്റെ ആശങ്കകളെന്ന് ജോസ് കെ മാണി. PC ജോർജിന്റേത് BJPയുടെ പൊതുനിലപാടെന്ന് VN വാസവൻ. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യം. കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് എറണാകുളം CJM കോടതി. ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകാൻ പാടില്ല. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്ന് നിർദ്ദേശം.